കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവം അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് തീരുമാനം. DMOയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയത്. മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഡോക്ടറെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ദിസ്റ്റ സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്റ്റ, അതായത് കുടുംബം പരാതിയുമായി മുന്നോട്ടു പോകും എന്ന നിലയിൽ തന്നെ ഉറച്ചു നിന്നു. ഒരുപക്ഷെ ഉരുണ്ടുമറിഞ്ഞ ആശുപത്രി അധികൃതർ അക്കാരണത്താലാവാം അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്, അല്ലേ? തീർച്ചയായും കൃഷ്ണദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ഉടൻ നൽകണമെന്നൊരു നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ DMO മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ മെഡിക്കൽ ബോർഡ് രൂപീകരണത്തിന് ശേഷമായിരിക്കും ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്യുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവത്തിന്റെ തുടക്കം തന്നെ കുടുംബം വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു. പിന്നീടാണ് അവർ പോലീസിന് പരാതി നൽകിയിരുന്നത്. ഇന്ന് ഈ മാതാവ് ജനൻ TVയോട് പ്രതികരിക്കുകയുണ്ടായി. സൂപ്രണ്ട് ഡോക്ടറെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തങ്ങൾ നീതിക്ക് വേണ്ടി പോരാടും. ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് ഉണ്ടാവരുത് എന്നൊരു കാര്യം കുട്ടിയുടെ മാതാവ് ജനൻ TVയോട് വ്യക്തമാക്കിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്യും എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വരുന്നത്. ശരി, ഏതായാലും കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ അന്വേഷണം വരുന്നു. ഡോക്ടറെ ചോദ്യം ചെയ്യാൻ സാധ്യത ഉയർന്നു വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.